എന്നത്തെയും പോലെ മോർണിംഗിൽ നിന്ന് തന്നെ ഇന്നും തുടങ്ങിയാലോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കാറുണ്ട്, എന്നിട്ടാണ് ഇനി കിച്ചണിൽ കയറുക. അപ്പോൾ മോർണിംഗ് വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് ചായ വെക്കാൻ നിൽക്കും. ചെറിയൊരു മഞ്ഞുള്ള ക്ലൈമറ്റാണ് ഇന്ന്. ഇനി അങ്ങോട്ട് കാറ്റുകാലമൊക്കെ അല്ലേ, അപ്പോൾ കാലത്ത് ചെറുതായിട്ട് മഞ്ഞൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പതിവിലും വിപരീതമായി ചായയൊന്ന് മാറ്റിപ്പിടിച്ചു. ഇന്ന് ചൂട് ബൂസ്റ്റ് കുടിച്ച് തുടങ്ങാമെന്ന് കരുതി. തലേന്ന് മാവ് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. അത് നന്നായി പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. തലേന്ന് മാവ് അരച്ച് വെച്ചത് പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്നത് കാലത്ത് തന്നെ കാണുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെ ഒരു ഫീലായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ ഒന്നുകൂടിയല്ലേ ഇത്. ചായയൊക്കെ നന്നായി ആറ്റിയെടുത്തിട്ടുണ്ട്. ചൂടോടെയുള്ള ചായ ഏതായാലും ഓരോ സിപ്പായിട്ട് കുടിക്കാൻ ഒരു പ്രത്യേക അഡിക്ഷൻ തന്നെയാണ്. പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് കരുതി. പുറത്ത് ചെറിയ മഞ്ഞും തണുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ കണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾ എൻ്റെ ഒപ്പം തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ അവനെ മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്ത് പോയി ചായയുടെ ഓരോ സിപ്പും ആസ്വദിച്ച് കുടിക്കലാണ്. കാലത്ത് പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. മാഷാഅല്ലാ, മണി പ്ലാന്റ്സൊക്കെ ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിൽ നിന്നുള്ള കട്ടിങ്സ് എടുത്താണ് ഞാൻ മറ്റുള്ള പോട്ട്സിലേക്കൊക്കെ മാറ്റി വയ്ക്കാറ്. ഒരു ചെറിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഉണ്ടാക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇഡ്ഡലി ഉണ്ടാക്കണം, കൂടെ തേങ്ങാ ചട്നിയും. തേങ്ങയും പച്ചമുളകും പൊരികടലയും ഒന്നിച്ച് അരച്ചെടുത്ത് താളിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ ചട്നിക്കുള്ള പണി. ബീഫ് കറി കുറച്ചുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. ഇന്നത്തെ മോർണിംഗ് പ്ലാൻസൊക്കെ വളരെ എളുപ്പമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മോർണിംഗ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റും തോന്നി. ഇഡ്ഡലി തട്ടിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ എടുത്താൽ കിട്ടില്ല. തലേന്ന് ഇതുപോലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കാലത്തുള്ള കൺഫ്യൂഷൻ അത് വെച്ച് എന്തുണ്ടാക്കും എന്നുള്ളതായിരിക്കും. ഇതുപോലെ തോന്നാറുണ്ടോ നിങ്ങൾക്കും? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അങ്ങനെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഓരോ തട്ടിലായി ഒഴിച്ച് സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും ചട്നി താളിക്കലും കറി ചൂടാക്കലും നോക്കാമെന്ന് കരുതി. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ വീഡിയോസിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കാം. എണ്ണയൊഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് അരച്ച് വെച്ചത് ഒഴിച്ചാൽ ചട്നി റെഡിയായി. അതുപോലെ തന്നെ കറിയും ഇന്ന് ചൂടാക്കാൻ നോക്കുന്നുണ്ട്. മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ടാണ് ചട്നി കൂടെ ഉണ്ടാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കും മോൾക്കൊക്കെ ഇങ്ങനെ വല്ല കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. ചമ്മന്തിയും ചട്നിയും അതൊന്നും ആവശ്യമില്ല. അതിനിടയിൽ എനിക്ക് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. സാധാരണ മീൻ ഇത്രയും വാങ്ങിക്കാറില്ല, പ്രത്യേകിച്ച് കുഞ്ഞൻ മത്തിയായതുകൊണ്ട്. ക്ലീൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ക്ലീൻ ചെയ്യാനുള്ള മടി ഓർത്ത് കുറച്ചേ മേടിക്കാറുള്ളൂ. പക്ഷേ കറി വെക്കാനും ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് വാങ്ങിയതാണ്. മീൻ വാങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോസ് എടുക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് മോർണിംഗ് വ്ലോഗിൽ നിർത്താമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും പെൻഡിങ് ആവും. അതുകൊണ്ടാണ് മോർണിംഗ് വ്ലോഗ് മാത്രം മതിയെന്ന് വിചാരിച്ചത്. അതിനിടയിൽ ക്ലീനിങ് നടക്കുന്നുണ്ട്. ക്ലീനിങ് ഇടയിൽ ചെയ്തില്ലെങ്കിൽ അതിന് വേണ്ടി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായി മോൾക്ക് കഴിക്കാൻ കൊടുക്കല. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ്. ഇതേ ബാറ്റർ ഉപയോഗിച്ചാണ് ഞാൻ ദോശയും അപ്പവും ഉണ്ടാക്കാറ്. പാലപ്പം അല്ല, സാധാ അപ്പം. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മോൾക്കുള്ള വെള്ളം ബോട്ടിലാക്കി. എന്നിട്ട് ബാക്കിയുള്ള ഇഡ്ഡലി സ്റ്റീമറിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലേക്ക് റെഡിയാക്കി നിർത്തി. വാൻ വരുന്നതിൻ്റെ മുമ്പായിട്ട് ഇവർ പുറത്ത് നിന്ന് കളിക്കാറുണ്ട്. അതിനുവേണ്ടി ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.